ഹരി ഓം. ദശകം 41, ശ്ലോകം 5. ചിത്രം പിശാച്യാനഹത കുമാരശ്ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാക്ഷീത്. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ചിത്രം, ഇവിടെ ആ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്ന ആശ്ചര്യത്തെ കാണിക്കുന്നതാണ്. ചിത്രം പിശാച്യാ ന ഹതഃ കുമാരഃ. ചിത്രം പിശാച്യാ ന ഹതഃ കുമാരഃ. ചിത്രം പിശാച്യാ ന ഹതഃ കുമാര. ചിത്രം, അവിടെ ആശ്ചര്യചിഹ്നം. ചിത്രം പുരാ ഏവ അഗധി ശൗരിണാ ഇദം. പുരാ ഏവ അഗധി, പുരൈവാഗധി. പുരാ ഏവ പുരൈവ, പുരാ പ്ലസ് ഏവ പ്ലസ് അഗധി, പുരൈവാഗധി. ശൗരിണാ ഇദം, ശൗരിണേദം, ശൗരിണാ ഇദം, ശൗരിണേദം, ശൗരിണേദം. ചിത്രം പുരൈവാഗധി ശൗരിണേദം. ഇപ്പം ആദ്യത്തെ വരിയിൽ കുമാരഹ എന്ന് പറഞ്ഞിട്ട് അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗം പറയാണ്ട് നമ്മൾ രണ്ടാമത്തെ വരി ചേർത്തെടുക്കണം. അപ്പോൾ കുമാരഹ പ്ലസ് ചിത്രം, അപ്പോൾ കുമാരശ്ചിത്രം എന്ന് വരും. ചിത്രം പിശാച്യാനഹത കുമാരശ്ചിത്രം പുരൈവാഗധി ശൗരിണേദം. ചിത്രം പിശാച്യ നഹത കുമാരശ്ചിത്രം പുരൈവാഗധി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകഃ. ഇതി പ്രശംസൻ കില ഗോപലോകോ. ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവത് മുഖ ആലോക രസേ. ഭവത് പ്ലസ് മുഖ പ്ലസ് ആലോക രസേ, ഭവന്മുഖാലോകരസേ. ഭവത് മുഖ ആലോക രസേ, ഭവന്മുഖാലോകരസേ ന്യമാംക്ഷീത്. ഭവന്മുഖാലോകരസേ ന്യമാംക്ഷീത്. ചിത്രം പിശാച്യാനഹത കുമാരശ്ചിത്രം പുരൈവാഗധി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേ ന്യമാംക്ഷീത്. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ 5-ാം ശ്ലോകത്തിൽ ഇത്രയും വലിയൊരു ആ പിശാചിയുടെ കയ്യിൽ നിന്നും ഭഗവാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്ചര്യത്തെയാണ് കാണിക്കുന്നത്. അന്വയം. ചിത്രം ആശ്ചര്യം. ചിത്രം കുമാരഃ പിശാച്യ നഹതഃ. ചിത്രം ശൗരിണാ ഇദം പുരാ ഏവ അഗധി ഇതി പ്രശംസൻ ഗോപലോകഃ ഭവന്മുഖാലോകരസേ ന്യമാംക്ഷീത് കില. ചിത്രം ആശ്ചര്യം. കുമാരഃ കുട്ടിയെ, എന്നുവെച്ചാൽ കുഞ്ഞിനെ, പിശാച്യ ആ പിശാചി, നഹതഃ കൊന്നില്ലല്ലോ. ചിത്രം കുമാരഃ പിശാച്യ നഹതഃ. ആശ്ചര്യം തന്നെ, ആ കുട്ടിയെ ആ പിശാച് കൊന്നില്ലല്ലോ. ചിത്രം ആശ്ചര്യം. ശൗരിണ ഇദം പുരാ ഏവ അഗധി. ശൗരിണ വസുദേവൻ, ഇദം ഇത്, പുരാ ഏവ മുൻപേ തന്നെ, അഗധി പറഞ്ഞുവല്ലോ. ചിത്രം ശൗരിണ ഇദം പുരാ ഏവ അഗധി. ആശ്ചര്യമായിരിക്കുന്നു, വസുദേവൻ ഇത് മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ എന്നൊക്കെ അവിടെ ആൾക്കാർ കൂടിയവർ പറയുകയാണ്. നന്ദഗോപരുണ്ടായ സംഭവമൊക്കെ അവിടെ ഈ വസുദേവർ പറഞ്ഞ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്ക് ആശ്ചര്യമുണ്ടായി. അതാണ് ചിത്രം ശൗരിണ ഇദം പുരാ ഏവ അഗധി. ആശ്ചര്യം തന്നെ, വസുദേവർ ഇത് മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ. ഇതി പ്രശംസൻ ഗോപലോകഃ എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഗോപന്മാരെല്ലാം, ഇതി പ്രശംസൻ ഗോപലോകഃ ഭവന്മുഖാലോകരസേ ന്യമാംക്ഷീത് കില. ഭവത് മുഖ ആലോകരസേ, ഭവന്മുഖാലോകരസേ.
അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ ന്യമാംക്ഷീത് കില അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി പോൽ എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ അങ്ങേ ഭഗവാന്റെ ആ മാഹാത്മ്യത്തെയാണ് ഗോപന്മാർ പ്രശംസിച്ചത്. ഇപ്പോൾ മധുരയിൽ ചെന്ന നന്ദഗോപരോട് സുഹൃത്തായ വസുദേവര് കംസൻ്റെയും സഹചരന്മാരുടെയും ദുഷ്ടപ്രവർത്തികളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ രാക്ഷസിയാൽ ഈ കുഞ്ഞ് കൊല്ലപ്പെടാഞ്ഞത് അത്ഭുതകരമായിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വസുദേവരാൽ നേരത്തെ തന്നെ പറയപ്പെട്ടത് അതിനേക്കാളും ആശ്ചര്യമായിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗോപന്മാർ നിന്തിരുവടിയുടെ മുഖാരവിന്ദം കണ്ട് സന്തോഷരസത്താൽ ആറാടിയല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ചിത്രം പിശാച്യാനഹത കുമാരശ്ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവൻ മുഖാലോകരസേന്യമാംക്ഷീത്.